ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ ഗണിതമാണ്. മലയാളം മീഡിയം കൂട്ടുകാരുടെയാണിത്. ഇംഗ്ലീഷ് മീഡിയംകാരുടെ നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ ഗണിതം ഭാഗം 2 പാഠപുസ്തകമാണ്. അതിൽ നമ്മൾ നോക്കുന്ന പാഠം ഏതാണ്? പാഠം 6 അലമാരയിലെ കൂട്ടുകാർ. പാഠം 6 എന്താണ്? അലമാരയിലെ കൂട്ടുകാർ. അപ്പം നമുക്ക് നോക്കിയാലോ. നമ്മൾ ഈ ക്ലാസ്സിൽ ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, അതുപോലെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യണം, എങ്ങനെ കിട്ടും, അതെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നോക്കിയാലോ. അലമാരയിലെ കൂട്ടുകാർ. ആദ്യം തന്നെ കുറേ ഷെൽഫ് അലമാരകൾ തന്നിരിക്കുന്നു. അതിലെല്ലാം ആരാണുള്ളത്? പുസ്തകങ്ങൾ. അവരാണ് കൂട്ടുകാർ അല്ലേ? ആ പുസ്തകങ്ങൾ. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ പിറന്നാൾ സമ്മാനം. എന്താ പിറന്നാൾ സമ്മാനം? സമ്മാനമായി കിട്ടിയത് എല്ലാം കഥാപുസ്തകങ്ങൾ. ഹായ്, നല്ല ചിത്രങ്ങൾ. അപ്പം ഈ പെൺകുട്ടിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് കിട്ടിയത് എല്ലാം കഥാപുസ്തകങ്ങളാണ് അല്ലേ? അപ്പോൾ കുട്ടി എന്താ വിചാരിക്കുന്നത്? എല്ലാം സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കാം. നമ്മൾ ഇത്രയും പുസ്തകം വീട്ടിൽ വെക്കണ്ടല്ലോ. അപ്പോൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കാമെന്ന് കരുതുന്നു. 10 എണ്ണം വീതമുള്ള 2 കെട്ടുകൾ. അപ്പൊ എന്താണ്? 10 എണ്ണം വീതമുള്ള 2 കെട്ടുകൾ. മേശപ്പുറത്ത് ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? അപ്പൊ മേശപ്പുറത്ത് ആകെ എത്ര പുസ്തകങ്ങളാണ്? 10 + 10 20. പുസ്തകങ്ങൾ ഒരേ എണ്ണമുള്ള 4 കെട്ടുകളാക്കണം. ഒരു കെട്ടിൽ എത്ര എണ്ണം വേണം? മൊത്തം 20 എണ്ണം ആണെങ്കിൽ അതിനെ 4 കെട്ടാക്കണമെങ്കിൽ 20ന്റെ പകുതി എത്രയാ? 10. നിങ്ങൾക്ക് 20 രൂപ തന്നിട്ട് അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര രൂപയാ? 10 രൂപ അല്ലേ? ഇനി 10ന്റെ പകുതി എത്രയാ? 5 അല്ലേ? അപ്പൊ 4 കെട്ടെന്ന് പറഞ്ഞാൽ ഒരു കെട്ടിൽ 5 എണ്ണം വരും. അപ്പൊ അത് ഞാൻ ഈ പറഞ്ഞതാണ് ഇവിടെ കേട്ടോ. 20ന്റെ പകുതി 10, 10ന്റെ പകുതി 5. ഓരോ കെട്ടിലെയും പുസ്തകങ്ങളുടെ എണ്ണം പകുതിയാക്കിയാൽ മതിയല്ലോ. അങ്ങനെ പകുതിയാക്കിയാണ് ഈ 5 എഴുതിയിരിക്കുന്നത്. ഇനി അലമാരയിലെ പുസ്തകങ്ങൾ. ആദ്യത്തെ 2 തട്ടിലും കൂടി ആകെ എത്ര പുസ്തകങ്ങൾ? 10ഉം 10ഉം 20 പുസ്തകങ്ങൾ. 3-ാം തട്ടിലെ ഒരു 10 പുസ്തകങ്ങൾ കൂടി കൂട്ടിയാലോ? 20ന്റെ കൂടെ ഒരു 10ഉം കൂടി വരുമ്പോഴോ? 30 പുസ്തകങ്ങൾ. എനിക്ക് കിട്ടിയ 20 പുസ്തകങ്ങൾ കൂടി തട്ടുകളിൽ വയ്ക്കാം. ഓരോ തട്ടിലും 10 വീതം പുസ്തകങ്ങളാണല്ലോ വയ്ക്കേണ്ടത്. 4-ാമത്തെ തട്ടിൽ കൂടി വെച്ചപ്പോൾ 30ഉം 10ഉം 40 പുസ്തകങ്ങൾ. 10 പുസ്തകങ്ങൾ 5-ാമത്തെ തട്ടിലും വെച്ചു. ഇപ്പോൾ എത്ര പുസ്തകങ്ങൾ? 40 + 10 50 പുസ്തകങ്ങൾ. അലമാരിയിൽ ഇപ്പോൾ ആകെ എത്ര പുസ്തകങ്ങൾ ഉണ്ടപ്പോ? എല്ലാ ഷെൽഫിലും 10 10 10 എണ്ണം വെച്ചു അല്ലേ? 50 പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ ക്ലാസ്സുകളിലേക്ക്. ക്ലാസ് ലീഡർമാർ അവരുടെ ക്ലാസ്സുകളിലേക്ക് പുസ്തകം എടുത്തു. ഓരോ കെട്ടിലും 10 പുസ്തകങ്ങൾ. ഓരോ ക്ലാസ്സിലേക്കും എടുത്ത പുസ്തകങ്ങൾ നോക്കൂ. 1-ാം ക്ലാസ്സിൽ എത്രയാ? 10 10 10 3 10 ആവും 30. അപ്പൊ ഈ 10ഉം 10ഉം കൂട്ടിക്കഴിഞ്ഞാൽ 2 എണ്ണം കൂട്ടിയിട്ട് ഈ ബോക്സിൽ എഴുതാം. അപ്പൊ 20. 20ഉം 10ഉം 30. അടുത്ത് നോക്കൂ. 10 10 10 10 4 10 എത്രയാ? 40. അടുത്ത ബോക്സിൽ 10 ഫില്ല് ചെയ്യുക. അതിന് അടുത്ത ബോക്സുകളിൽ 30 + 10 കൊടുക്കുക കേട്ടോ. അപ്പോഴും 40 ആണ് ഉത്തരം. ഇനി 3-ാം ക്ലാസ്സിൻ്റെ നോക്കൂ. നമുക്ക് ആകെ 5 ബോക്സുകളാണ്. എല്ലാത്തിലും 10 10 കൊടുക്കുക കേട്ടോ. അപ്പോൾ 50 കിട്ടും. അടുത്ത ബോക്സിൽ 10, അടുത്ത ബോക്സിലും 10. അപ്പോൾ 50 കിട്ടും. അടുത്തത് നോക്കൂ. 4-ാം ക്ലാസ്സിൽ എല്ലാത്തിലും 10 കൊടുക്കൂ. നമുക്ക് ആകെ ഉള്ളത് എത്ര ബോക്സാണ്? 8 ബോക്സിലും 8 10 കൊടുത്താൽ 80 വരും അല്ലേ? അടുത്ത താഴെ ആണെങ്കിൽ ഒരു 50 ആണ്. ബാക്കി എല്ലാത്തിലും 10 കൊടുക്കൂ കേട്ടോ. അപ്പോഴും 80 വരും. അടുത്തതോ 60 ആണ്. അപ്പോൾ ബാക്കി 2 ബോക്സുകളിൽ 10 10 കൊടുക്കുക. അപ്പോഴും 80 വരും. പിന്നെ 70 + 10 80. അടുത്ത് നോക്കൂ. 5-ാം ക്ലാസ്സിൽ മൊത്തം 90 ആണ്. തന്നിരിക്കുന്ന ആദ്യത്തെ എല്ലാ ബോക്സിലും 10 എഴുതി കൊടുക്കുക കേട്ടോ. ലാസ്റ്റത്തെ ബോക്സിൽ 90 എഴുതുക. ഞാനിപ്പോൾ എഴുതി കാണിക്കുന്ന പോലെ. പിന്നെ വരുന്നത് 50 ആണ്. ബാക്കി ബോക്സുകളെല്ലാം 10 കൊടുക്കുക. പിന്നെ 60 10 10 10. പിന്നെ 70 10 10. പിന്നെയോ 80 10.
ഏതൊക്കെ ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണം ചേർന്നാൽ 4-ാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണമാകും? ക്ലാസ് 1ഉം ക്ലാസ് 3ഉം 30 + 50 80 കിട്ടും. 5-ാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണമാകാൻ ഏതൊക്കെ ക്ലാസ്സുകളുടെ പുസ്തകങ്ങളുടെ എണ്ണം ചേരണം? എണ്ണം എഴുതൂ. ക്ലാസ് 2ഉം ക്ലാസ് 3ഉം 40 + 50 അപ്പോൾ 90 കേട്ടോ. 1-ാം ക്ലാസ്സിലേതിനേക്കാൾ എത്ര കൂടുതലാണ് 4-ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ? 80 - 30 50 വരും. ഇനി 50 എണ്ണം വ്യത്യാസമുള്ള മറ്റേതെങ്കിലും ക്ലാസ്സുകളുണ്ടോ? നമുക്ക് നോക്കാം. ക്ലാസ് 5 90 അല്ലേ? ക്ലാസ് 2 40. അപ്പോൾ ഈ 90 40 മൈനസ്, അതായത് നമുക്ക് 90-ൽ നിന്ന് 40 കളയുക. അപ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 50 തന്നെയാണ് കിട്ടുക. കണ്ടോ? 10ന്റെ കാഴ്ചകൾ. ഓരോ കൂട്ടത്തിനും നേരെ കൊടുത്തിരിക്കുന്ന എണ്ണം ശരിയെങ്കിൽ ടിക്കിടുക, തെറ്റെങ്കിൽ തെറ്റിടുക കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരെണ്ണം എന്ന് പറയുന്നത് 10 എന്ത് തന്നെയാണെങ്കിൽ അതിൽ 1 10 ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പം ഇവിടെ 40 തന്നിരിക്കുന്നു. ശരിക്കും ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 10 20 30 40 50 എണ്ണം വരണ്ടേ? ഇവിടെ 40 എഴുതിയിട്ടുള്ളൂ. അപ്പം അത് തെറ്റാണ് അല്ലേ? അപ്പം നമ്മൾ ഈ ബോക്സിൽ തെറ്റിടുക. അടുത്ത് നോക്കൂ, ഈ ഒരു കൊട്ട 10 ആയിട്ട് എടുക്കുക. അടുത്ത കൊട്ട 10 10. അപ്പോൾ 3 10 ഉണ്ട്. അപ്പോൾ 30. അത് ശരിയാണ്. അപ്പോൾ ശരി ഇടുക. അടുത്ത് നോക്കൂ, 1 2 3 4 40 വരുള്ളൂ. ഇവിടെ 50 എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്ത് നോക്കൂ, 10 20 30 40 50 60 ആണ് വരേണ്ടത്. ഇവിടെ 80 എഴുതിയിരിക്കുന്നു. അപ്പോൾ അതും തെറ്റാണ്. അടുത്ത് നോക്കൂ, 10 20 30 40 50 60 70 70 ആണ് അല്ലേ? അത് ശരിയാണ്. അടുത്ത് നോക്കൂ, 1 2 3 4 5 50 ആണ്. അതും ശരിയാണ്. നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കിയത് കൂട്ടുകാർ? നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കിയത്? പിന്നെ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ എഴുതുക. ഇനി അടുത്തത് മാഞ്ചുവട്ടിൽ. സ്കൂൾ വിട്ടു പോകുന്ന വഴിയിൽ മാളുവും കൂട്ടുകാരും നാണുചേട്ടന്റെ മാവിൻ തോട്ടത്തിൽ കയറി. അപ്പൊ ആ കാണുന്നതാണ്, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നതാണ് നാണുചേട്ടന്റെ മാവിൻ തോട്ടം. കുറേ മാങ്ങകളൊക്കെ തൂങ്ങുന്നത് കണ്ടോ? അപ്പോൾ 50 എണ്ണം അയാൾ കുട്ടയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളെല്ലാവരും വന്നപ്പോൾ അവരെന്താ പറയുന്നത്? ബാക്കി കുട്ടയിലാക്കാൻ ഞങ്ങളും സഹായിക്കാം, ഞങ്ങൾ സഹായിക്കാം പറയും. അങ്ങനെ കുട്ടയിലിടുന്നത് ഞാൻ എണ്ണാം, ശരി എണ്ണിക്കോ. അപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്യാണ്? കുട്ടയിലിടുന്നത് ഞാൻ എണ്ണാന്ന് പറയും. അപ്പോൾ ആ ബോയ് പറയും ശരി ഞാൻ എണ്ണിക്കോ പറയും. മാളു 10 മാങ്ങ മറ്റൊരു കുട്ടയിൽ വെച്ചു. ഇപ്പോൾ 2 കുട്ടയിലും കൂടി എത്ര മാങ്ങയുണ്ട്? 50ഉം 10ഉം എത്രയാണ്? 60. ഇഫയും 10 മാങ്ങ കുട്ടയിൽ വെച്ചു. അപ്പൊ 60ഉം 10ഉം 70 മാങ്ങ. അരുൺ എടുത്ത 10ഉം കുട്ടയിൽ വെച്ചു. അപ്പൊ 70ഉം 10ഉം എത്രയാ? 80. ഓരോ 10 കൂടുമ്പോഴും എന്ത് ചെയ്യുക? ഓരോ നമ്പർ കൂട്ടി വരിക കേട്ടോ. 7 കഴിഞ്ഞ് 8 8 കഴിഞ്ഞ് 9 അങ്ങനെ ആക്കിയാൽ മതി. ഷെറിൻ 10 മാങ്ങ കൂടി കുട്ടയിലാക്കി. 80ഉം 10ഉം 90 മാങ്ങ. ആസിഫ് 10 എണ്ണം കൂടി കുട്ടയിലാക്കി. 90ഉം 10ഉം 100 മാങ്ങ. ഇനി 10കൾ ചേർന്നാൽ നമുക്ക് ഒരു കുട്ട 10 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര കുട്ടകളുണ്ട് അതിനനുസരിച്ച് എഴുതുക. അപ്പോൾ ഇവിടെ ആദ്യം ഒരു 10 കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഒരു 10ഉം അടുത്ത 10ഉം 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 20. മൂന്നാമത് നോക്കൂ, 2 കുട്ടേനെ നമുക്ക് 20 ആക്കി എഴുതാം. 20 + 10 30. അടുത്തത് നോക്കൂ, ഇത് മൊത്തത്തിൽ 30 ആക്കാം. 30 + 10 40. അടുത്തത് ഈ 4 കൊട്ടേനും കൂടി 40 എന്ന് എഴുതുക കേട്ടോ. അപ്പൊ 40 + 10 എത്രയാണ്? 50. അടുത്തതോ 50 + 10 എത്രയാ? 60. അടുത്തത് ഈ കിട്ടിയ 60ഉം 10ഉം കൂട്ടുക. അപ്പൊ 60 + 10 എത്രയാ? 70. 70 + 10 80. 80 + 10 90. 90 + 10 100. മാങ്ങയെല്ലാം കുട്ടയിലാക്കി നാണുചേട്ടന് സന്തോഷമായി. മാല കോർക്കാം. മാളുവും കൂട്ടുകാരിയും മാല കോർക്കുകയാണ്. ചുവന്ന മുത്തുകളും മഞ്ഞ മുത്തുകളും ഉണ്ട്. മാളു എത്ര മുത്ത് കോർത്തു എന്ന് കുട്ടി ചോദിക്കുകയാണ്. അപ്പൊ 20 മഞ്ഞയും 5 ചുവപ്പും. അപ്പൊ 20 മഞ്ഞയും 5 ചുവപ്പും. അപ്പൊ ഈ കുട്ടിയോ 20 മഞ്ഞയും 3 ചുവപ്പും. അപ്പൊ 20ഉം 3ഉം 23ഉം. ഈ കുട്ടി പറയുന്നത് 20ഉം 5ഉം 25ഉം. ഓക്കെ, ഇനി മുത്തുകൾ നമുക്കൊന്ന് കോർക്കാം. മഞ്ഞ 20ഉം ചുവപ്പ് 1ഉം. അപ്പൊ എത്ര വരിക? 21. അടുത്തത് മഞ്ഞ 20ഉം ചുവപ്പ് 2ഉം. അപ്പൊ എത്ര വരിക? 22. അടുത്തത് മഞ്ഞ 20ഉം ചുവപ്പ്
ഇവിടെ നമുക്ക് ഉത്തരം തന്നിട്ടുണ്ട് 23 തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ വരിക? ചുവപ്പ് 3 വരും കേട്ടോ. 23. അടുത്തത് 24 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ബോക്സിൽ 20 കൊടുക്കുക. അടുത്തത് 25 തന്നിട്ടുണ്ട്. ആദ്യത്തെ ബോക്സിൽ 20 പിന്നെ 5 കൊടുക്കുക. മുത്തുകളിലെ സംഖ്യകൾ, വിട്ടുപോയ സംഖ്യകൾ എഴുതൂ. നമുക്ക് വിട്ടുപോയ സംഖ്യകൾ എഴുതണം. 15, 18, 20, 22, 23 തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ എഴുതുക കേട്ടോ. 15, 16, 17, 18, 19 അങ്ങനെയാണ് എഴുതിപ്പോയിരിക്കുന്നത്. മുത്തുകൾ കോർത്ത ശേഷം അവർ എന്ത് ചെയ്തു? കടയിലെത്തിയിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ്, എത്ര വീതമാണ് നമ്മൾ എഴുതണം. അപ്പൊ ആദ്യത്തെ മിഠായി നോക്കൂ, 20 മിഠായി പ്ലസ് ഒരു 9 മിഠായി. അപ്പൊ എന്താ വരിക? 29. 30 മിഠായി ആകാൻ ഇനി എത്ര എണ്ണം കൂടി വേണം? 29 1 30 മിഠായി. ഓരോ കൂട്ടത്തിന്റെയും എണ്ണം എഴുതൂ. 20, 4, 24. അടുത്ത പന്തുകൾ എത്ര എണ്ണാണ്? 40, ഒരു 2, 42. അടുത്ത സേഫ്റ്റി പിന്നാണ് അല്ലെ, 70, 8, 78. 60, 3, 63. ഇനി പൊട്ടുകളാണ് അല്ലെ. നമുക്ക് എത്ര പൊട്ടുകളാണ്? ബിന്ദീസ് അല്ലെ. പൊട്ടുകൾ എത്ര എണ്ണാണ് നോക്കുക. ആകെ ഇതിൽ എത്ര പൊട്ടുകൾ ഉണ്ടാവും? ഒരു റോല്, അതായത് ഒരു വരിയിൽ 10 എണ്ണമാണ് ഉള്ളത്. അങ്ങനെ നമുക്ക് 10 വരികളുണ്ട് അല്ലെ. അപ്പോ 10 10 10 കൊണ്ട് 10 പ്രാവശ്യം കൂട്ടിയാൽ നമുക്ക് 100 കിട്ടും. ഓക്കെ, എല്ലാവരും ഒരേ രീതിയിലാണോ കണക്കാക്കിയത്? നിങ്ങൾ എങ്ങനെയാ കണക്കാക്കിയതെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുക കേട്ടോ. ഇനി നമ്മൾ ഈ 10 എല്ലാം എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ 10 തവണ എഴുതിയാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് 100 എഴുതാം. പല നിറം മുത്തുകൾ. മാല കോർക്കാൻ 5 പേർക്ക് പല നിറമുള്ള മുത്തുകൾ കൊടുത്തു. ഓരോരുത്തർക്കും എത്ര മുത്തുകൾ വീതം കിട്ടി? ഇഫയ്ക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് നോക്കൂ. എത്ര 10 ഉണ്ട് ഇവിടെ? 3 10, അപ്പൊ 30. ഒരു 7, 7 37. അരുണോ എത്ര 10 ഉണ്ട് അവിടെ? 3 10 ഒരു 5, അപ്പൊ എന്താ വരിക? 35. ഷെറിനോ 5 10 ഉണ്ട് അല്ലെ. 5 10 ഒരു 6, അപ്പൊ 56. അടുത്തത് മാളൂനോ 5 10 8, അപ്പൊ 58. അടുത്തത് ആസിഫിനോ 4 10 ഒരു 4, അപ്പൊ 44. മുത്തുകളുടെ എണ്ണം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതൂ. അപ്പൊ ഏറ്റവും വലുത് ഏതാണ് ഇവിടെ? 58. അത് കഴിഞ്ഞാലോ 56. അത് കഴിഞ്ഞാലോ 44. പിന്നെയോ 37 35. മാളവും കൂട്ടുകാരും പല നിറത്തിലുള്ള മുത്തുകൾ എണ്ണിയെടുത്തു. ഓരോ നിറവും എത്ര എണ്ണം? ചുവപ്പ് 50 4 54. മഞ്ഞ 30 5 35. പച്ച 60 6 66. നീല നോക്കൂ, എത്ര നീല 10 ഉണ്ട്? 1 2 3 4, അപ്പൊ 40. പിന്നെ എത്ര നീല? 7. 40 7 47. അടുത്ത കറുപ്പ് എത്ര 10 ഉണ്ട് നോക്കൂ. കറുപ്പ് 1 2 2 10 20, പിന്നെ ഒരു 8 ഉണ്ട് അല്ലെ. അപ്പൊ 28. ഇങ്ങനെയാണ് വരിക കേട്ടോ. അടുത്തത് ഏണിയും പാമ്പും. ഏണിയും പാമ്പും കളിക്കണം. അതിനായി 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ ക്രമമായി കളങ്ങളിൽ എഴുതൂ. പാമ്പിന്റെയും ഏണിയുടെയും ചിത്രങ്ങൾ കൂടി വരയ്ക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ആദ്യം ഈ കോളങ്ങളിൽ 1 മുതൽ 100 വരെ ഒന്ന് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് 1 മുതൽ 100 വരെ എഴുതാൻ അറിയണം കേട്ടോ. നിങ്ങളത് പഠിക്കുക, എന്നിട്ട് എഴുതി കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ പാമ്പിനെയും ഏണീനെയും ഒക്കെ വരയ്ക്കാം. ആദ്യത്തെ ചിത്രത്തിലേതുപോലെ മറ്റു 2 ചിത്രങ്ങളിലും വിട്ടുപോയ സംഖ്യകൾ എഴുതുക. നോക്കൂ, ആദ്യം 59 60 61 തുടർച്ചയായ നമ്പറുകൾ അല്ലെ. രണ്ടാമത്തെ ചിത്രത്തിൽ ഇവിടെ ഈ ബേർഡിൽ 95 അപ്പൊ 95-ന് മുമ്പുള്ള നമ്പർ ഏതാ? 94 95, അത് കഴിഞ്ഞ് 96. നമുക്കത് ഫില്ല് ചെയ്യാം. കണ്ടോ? അടുത്ത് നോക്കൂ 89. അപ്പൊ ഇവിടെ എന്താ വരിക? 90 വരും അല്ലെ. 90 91 തുടർച്ചയായ സംഖ്യകൾ. ആദ്യത്തെ ചിത്രത്തിലെ പോലെ മറ്റു 3 ചിത്രങ്ങളിലും സംഖ്യകൾ എഴുതുക. നമുക്ക് ഈ ചിത്രത്തിൽ 38 ആണ് അല്ലെ. 38-നെ നമ്മൾ 30 + 8 എന്ന് എഴുതി. 10 10 10 3 10 ആയിട്ടും ഒരു 8 ആയിട്ടും എഴുതി. അതേപോലെ നമുക്ക് 26-നെ എഴുതിയാലോ? 20 + 6 10 + 10 + 6 26. അടുത്തതോ 54 ആണ്. 50 + 4 65-ന് 60 + 5 10 + 10 + 10 + 6 10 എഴുതാ +5 എഴുതാ കേട്ടോ. സംഖ്യകൾ പൂർത്തിയാക്കൂ. സംഖ്യകൾ ക്രമമായി എഴുതി കളങ്ങൾ പൂർത്തിയാക്കൂ.
65, 64, 63, 60. ഇവിടെ വരുന്നത് ശരിക്കും 63 കഴിഞ്ഞാൽ ഇവിടെ 63, 64, 65 ഇത് ബാക്കിലേക്ക് പോവാ കേട്ടോ. 62, 61, 60, 59, 58, 57, 56. ഈ ഒരെണ്ണം ബാക്കിലേക്കാണ് പോകേണ്ടത്. നമ്മൾ എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്കാണ് കേട്ടോ അത്. ഞാൻ മേലെ എഴുതിയിരിക്കുന്നതാണ് ശരി. അടുത്തത് 86, 87, 91, 92, 93, 94, 95. നെക്സ്റ്റോ 30, 29, 28, 27, 26, 25, 24, 23, 22, 21. അടുത്തത് നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ക്രമമായിട്ട് സംഖ്യകൾ എഴുതിയാൽ മതി. ഇതുപോലെയാണ് വരിക കേട്ടോ. ആദ്യം നമ്മൾ 88 തുടങ്ങുക. 88, 89, 90, 91, 92, 93, 94 ആദ്യത്തെ റോല്. രണ്ടാമത്തെ റോലോ 79, 78, 77, 76, 75, 74, 73 ബാക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തതിലോ 87, 88, 89, 90, 91, 92, 93. കളങ്ങൾ പൂർത്തിയാക്കാം. ഇതും ബാക്കിലേക്കാണ് കേട്ടോ. 60, 50, 40. ഇനി എന്ത് വരും? 30, 20, 10. അടുത്തത് 45, 55, 65, 75, 85, 95. അടുത്തതോ 35, 40, 45, 50, 55, 60. ഇനി ഒരു ബൈക്ക് റേസ് ആണ്. ബൈക്ക് റോഡിന്റെ വശങ്ങളിൽ ചെന്നിടിച്ചാൽ കളി അവസാനിക്കും. അപ്പൊ ആൺകുട്ടിയുടെ നോക്കൂ, 25 നിന്നാണ് തുടങ്ങുന്നത്. 5 കൂട്ടി കിട്ടുന്നതിൽ നിന്നെല്ലാം 10 സ്വർണ്ണ നാണയങ്ങൾ കിട്ടും. ഓക്കെ, അടുത്ത പെൺകുട്ടിയുടെയോ 26 നിന്നാണ് തുടങ്ങുന്നത്. 2 കൂട്ടി കിട്ടുന്നതിൽ നിന്നെല്ലാം 5 സ്വർണ്ണ നാണയങ്ങൾ കിട്ടും. റാസി 57 എത്തിയപ്പോൾ പുറത്തായി. ആകെ എത്ര സ്വർണ്ണ നാണയങ്ങൾ കിട്ടി? 6. ഏതൊക്കെ നമ്പറുകളുള്ള കളങ്ങളിൽ നിന്നാണ് നാണയങ്ങൾ കിട്ടിയത്? 30, 35, 40, 45, 50, 55. അടുത്തത് ദിയ 47 എത്തിയപ്പോൾ പുറത്തായി. ആകെ എത്ര സ്വർണ്ണ നാണയങ്ങൾ കിട്ടി? 10. ഏതൊക്കെ നമ്പറുള്ള കളങ്ങളിൽ നിന്നാണ് നാണയങ്ങൾ കിട്ടിയത്? 28, 30, 32, 34, 36, 38, 40, 42, 44, 46. അപ്പൊ ഇത്രയാണ് ബൈക്ക് റേസിൽ വരിക. നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ക്ലാസ്സുകൾ ലഭിക്കാൻ നിങ്ങൾ ഈ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഇനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.